വൈദ്യരെ പങ്കജാക്ഷനോ? നിങ്ങളപ്പോ ജയിലിൽ വന്നു? വരുന്ന വഴിയാ. വീട്ടിൽ പോയില്ലേ? ഇല്ല, ഞാൻ പുറത്തിറങ്ങിയ വിവരം ആരും അറിയണ്ട. നമുക്ക് തമ്മിൽ കുറച്ച് കളിക്കാനുണ്ട്. എന്താ ശീട്ടികളിയാ? അല്ലടോ, എന്നെ കുരുക്കിലാക്കിയ 2 തെണ്ടി പരീക്ഷകളോടും എനിക്ക് പ്രതികാരം ചെയ്യണം. എന്റെ എന്ത് സഹായം വേണേലും ചോദിച്ചോളൂ. ഒക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഒരു പെരുങ്കള്ളനെ കൂട്ടിനും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചിലത് വൈദ്യർക്ക് ചെയ്യാൻ കഴിയും. എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് എന്റെ കൈ ഇങ്ങനെ തരിക്ക. എന്താ വെച്ചാ പറയും. ആദ്യം മഷിനോട്ടക്കാർക്കിടയിൽ മത്സര ബുദ്ധി വളർത്തണം. അത് ഞാൻ ഏറ്റു. അതിനെ വളർത്തി വളർത്തി വലുതാക്കി അവരെ തമ്മിൽ അടുപ്പിച്ച് വേർപിരിപ്പിക്കണം. അതും ഞാൻ ഏറ്റു. വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഇക്കാര്യത്തിൽ എനിക്കൊരു ഉപദേശത്തിന്റെ ആവശ്യമുണ്ടോ? അതുകൊണ്ടല്ലേ ഏഷണി വൈദ്യരെന്ന് പേര് കിട്ടിയതും. സത്യം പറഞ്ഞ 24 മണിക്കൂറും ഞാനിത് തുറന്നു വെച്ചിരിക്കുന്നതന്നെ അതിനാ. അല്ലാതെ എനിക്ക് ഉറക്കം വരില്ല. ഇനിയിപ്പൊ കുറെ കാലത്തേക്കുള്ള പണിയായല്ലോ. ഞാൻ നഗരത്തിലേക്ക് തന്നെ തിരിച്ചു പോണു. ഇവിടെ ആകെ ചളവളമാകുമ്പോ ഞാൻ വരും ഉൽപ്പലാക്ഷനുമായിട്ട്. വരണേ? വരാം. അതെ, നാട്ടുകാരറിയും. പോയി മരുന്നഴിക്ക വൈദ്യരെ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ഇങ്ങോട്ട് വന്നേ. ഭാസ്കരൻ എന്നെ എന്ത് പറഞ്ഞാലും വിരോധമില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊക്കെ ഞാൻ കണ്ടതല്ലേ. ഇനി എന്ത് പറഞ്ഞാൽ എനിക്ക് തരാൻ പോണേ? വിഷ? അയ്യേ, അതൊക്കെ ഈ വൈദ്യരുടെ ഒരു തമാശയല്ലേ ഭാസ്കര? പ്രാണസങ്കടത്തോടെ പാലത്തിന്റെ മുകളിൽ നിന്ന് പുഴയിലേക്ക് എറിയ തമാശന്റെ ആയിരിക്കും. അതൊക്കെ അങ്ങ് മറക്ക് നീ. എന്തായി നിന്റെ പ്രേമൊക്കെ? തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു. യാതൊരു പുരോഗതി ഇല്ലെന്നേ. മാത്രമല്ല സ്വല്പം അതോതും കൂടിയാ. ഇങ്ങനെ പോയാ ഈ ജന്മത്ത് നിനക്ക് അംബികയും കിട്ടില്ല, തങ്കമണിയും കിട്ടില്ല, ഈ ലോകത്ത് ആരെയും കിട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും വൈദ്യരെ? ചെയ്യേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു തരാം. നീ വാ. അംബികയ്ക്കോ തങ്കമണിക്കോ നിന്നോട് സ്നേഹമില്ല എന്ന് നീ കരുതുന്നുണ്ടോ? അവർക്ക് സ്നേഹ. പിന്നെ ആരാ തടസ്സം? വീട്ടുകാർ. അവരുടെ വീട്ടുകാര് മുറച്ചെറുക്കന്മാരെ കൊണ്ട് കെട്ടിക്കാൻ എല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് പിന്നെ അവിടെ നിനക്ക് എന്താ സ്ഥാനം? ഇത് പറയാണോ എന്നെ വിളിച്ചത്? പറയുന്നത് മുഴുവൻ കേൾക്കുന്നീ. അതിനു മുമ്പ് തോക്കിന്റെ അകത്ത് കയറി വെടിവെക്കാതെ. എന്നാ പറ. ഐക്യത്തിലിരിക്കുന്ന നാരായണിത്തളയും കണാരം കാർന്നോരും തമ്മിൽ പിണങ്ങിയാൽ എന്താവും? കല്യാണം ചീറ്റും. മുറച്ചെറുക്കന്മാര് പിണങ്ങിപ്പോയാൽ പിന്നെ ആർക്കാ അടുത്ത സ്ഥാനം? ആർക്കാ? ഭാസ്കരൻ. ഈ റോമിയോ ഭാസ്കരൻ. നേരാണോ വൈദ്യരെ? പക്ഷെ അവന്മാര് തമ്മിൽ എങ്ങനെ പിണങ്ങും? അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. നീ എന്റെ കൂടെ നിൽക്കണം. ഇക്കാര്യത്തിന് എന്ത് ചെയ്യാനും ഞാൻ റെഡി. ഈ വരുന്ന വെള്ളിയാഴ്ച അമ്പല കമ്മിറ്റി കൂടുന്നുണ്ട്. കണാരൻ കാരണവരും നാരായണിത്തള്ളയും അടക്കം ഈ നാട്ടിലെ പ്രമുഖരൊക്കെ അവിടെ ഉണ്ടാവും. അവിടെ വെച്ച് നമ്മൾ 2 ചേരിയായി തിരിഞ്ഞ് മഷിതോട്ടക്കാരെ പരസ്പരം പുകഴ്ത്തിപ്പറഞ്ഞ് അവർക്കിടയിൽ അകൽച്ചയുടെ തുടക്കം കുറിക്കും. ഇതൊക്കെ നടക്കുമോ വൈദ്യരെ? നടക്കും. നീ കുറച്ച് ആളുകളെ നമ്മുടെ പക്ഷത്ത് ചേർത്തണം. ഞാൻ വിളിച്ചാൽ അത് ഏഷണിക്കാണെന്ന് കരുതും. അത് ഞാൻ ഏറ്റു. എന്നാൽ ഈ വരുന്ന വെള്ളിയാഴ്ച 2 മഷിനോട്ടക്കാരും തമ്മിൽ തല്ലി പിരിഞ്ഞിരിക്കും. എന്നാൽ ആ 2 പെൺകുട്ടികളെയും എനിക്ക് കിട്ടിയിരിക്കും. ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി തന്നെ ഇത് 6ാമത്തെ മീറ്റിംഗാ. ഇപ്രാവശ്യം ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നാണക്കേടാ. സ്വർണ്ണത്താഴിക കൂടെ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ ചില്ലറക്കാരിയാ. പണത്രയാ വേണ്ടത്? പ്രശ്നത്തിൽ കണ്ടാലേ ചെയ്യാതിരിക്കാൻ പറ്റുമോ? പണം നമ്മളുണ്ടാക്കണം. ഇത്രയും കാലമായിട്ട് ഒരുത്തരും ഉണ്ടാക്കില്ലല്ലോ. ചോദിക്കേണ്ടവരോട് ചോദിച്ചെങ്കിലല്ലേ കിട്ടേണ്ടത് കിട്ടൂ. ഒരാവശ്യം വരുമ്പോ കൈയയച്ച് സഹായിക്കാൻ ഈ നാട്ടിൽ ഒരാളല്ലേ ഉള്ളൂ. തെക്കേക്കര നാരായണിത്തള്ള, അല്ലാതെ വേറെ ആരാത്? അങ്ങനെ അങ്ങ് ഉറപ്പിച്ചു പറഞ്ഞാലോ ബാലേട്ടാ? വടക്കേക്കര കണാരം കാണുന്നൊരു മറന്നോ? തെക്കേക്കരക്കാർക്ക് എന്താ ഒരു കുറവ്? പണമല്ലേ, പ്രതാപമല്ലേ? ഇതൊക്കെ വടക്കേക്കരക്കാർക്കും ഇല്ലേ? വടക്കേക്കരക്കാർക്ക് ഇല്ലാത്തൊന്ന് തെക്കേക്കരക്കാർക്കുണ്ട്. അതെന്താ? സുന്ദരിയായ ഒരു മോള്. ഈ നാട്ടിലെ സുന്ദരി ആരാണെന്ന് ചോദിച്ചാൽ അംബികയാണെന്നല്ലേ പറയാനൊക്കൂ. തങ്ക വിളിക്കുന്ന ഒരു കുറവ്. പൊട്ടക്കരത്തിന് കണ്ണും മൂക്കും മരച്ചാൽ എങ്ങനെയാ? അതുപോലുണ്ട്. തൊഴിലിപ്പിലേക്കാൾ നല്ലത് തങ്കയുടെ സ്വഭാവത്തിന് എന്താണ് ഒരു കുഴപ്പം? കണ്ണും കയ്യും കാലും കാണിച്ച് കാർന്നോരുടെ മുന്നെ തട്ടിയെടുത്തല്ലേ? വല വീശി പിടിക്കുന്ന പാരമ്പര്യത്തിന്റെ കാർന്നോർക്കായിരിക്കും. ഏറ്റവും അധികമൊന്നും പറയണ്ട. എന്തെങ്കിലും പറയാനുള്ളത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? അത് തന്നെ എനിക്ക് പറയാനുള്ളത്. നിനക്ക് പറയാനുള്ളതൊക്കെ ഈ കോത്തിനെ കൊണ്ട് പറയിപ്പിക്കല്ലേ? നീ ആണ് ഞാൻ പറയിപ്പിച്ച എന്തപ്പോ വേണ്ടത്? നിങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് ഇത്തിരി പ്രശ്നം തന്നെയാ. പ്രായത്തിൽ കുറഞ്ഞ ഇവിടെ ഒപ്പത്തിനൊപ്പം മഷിനോട്ടക്കാരിയാക്കിയത് എന്റെ തെറ്റാ. ഞാൻ മഷി നോക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ കഴിവുകൊണ്ടാ. ഏട്ടിന് വരെ സംശയമല്ല പലതും പലപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ധിക്കാരി, ഗുരുത്തോഷം പറയുന്നോ? നീ ഗുണം പിടിക്കില്ല. നിന്റെ അവതാരം കൊണ്ട് ഗുണം പിടിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഇന്ന് മുതൽ ഇങ്ങനെ ഏട്ടൻ എനിക്ക് വേണ്ട. ഇങ്ങനെയൊന്നും വെക്കൽ ഇരിക്കും വേണ്ട. നീ ഓടി പോടാ.
അല്ല ഇതെന്താ കഥ? മനുഷ്യന്മാരെ നമ്മൾ പിണങ്ങാന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്നാലും ഇങ്ങനെയുണ്ടോ ഒരു പിണക്കം? എന്റെ ഈശ്വരാ, എനിക്കിത് കാണാനും കേൾക്കാനും വയ്യേ. എനിക്കായിരുന്നു ഇങ്ങനൊരു പെങ്ങളെങ്കിൽ ഞാൻ വെട്ടിവിളിക്കാണ്. എന്നാലും നാട്ടുകാരെ മുമ്പ് ചടങ്ങ് വിളിച്ചില്ലേ? അഹങ്കാരം അല്ലാതെന്ന് പറയാൻ അവർ ഇതിനു മുമ്പ് പറഞ്ഞൊന്നും കാരണം അറിഞ്ഞിട്ടില്ല. അറിഞ്ഞോടത്തോളൊക്കെ മതി. ഇനി എന്റെ ശത്രുവാണ് അവൾ, ശത്രു. ഇത്രയും കാലമായിട്ട് ഞങ്ങളായിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കണാരൻ എന്തൊക്കെയാ നിങ്ങളെ പറ്റി പറയാറ്? ഒന്നുമില്ലെങ്കിൽ പെങ്ങളാണെന്നുള്ള ബോധമെങ്കിലും വേണ്ടേ? ചിരിയും കളിയുമായിട്ട് കഴിഞ്ഞപ്പോ രണ്ടാളും ഒന്നാണെന്നല്ലേ കരുതിയത്? അയാളുടെ മനസ്സിലിരിപ്പ് ഇങ്ങനെയാണെന്ന് ആരെങ്കിലും അറിഞ്ഞോ? ഈ കണക്കിന് മക്കൾ തമ്മിലുള്ള കല്യാണം നടക്കാൻ എത്ര നന്നായി. നടന്നിരുന്നേൻ എന്റെ ദൈവമേ, അയാൾ അവരെയൊക്കെ വിഷം കൊടുത്ത് കൊന്നേനെ. കണ്ടറിഞ്ഞവളല്ലേ ഈ നാരായണി, കൊണ്ടറിഞ്ഞവളാ. വടക്കേകര കണാറിന്റെ അവസാനം കണ്ട് ഈ തെക്കേകര നാരായണി അടങ്ങൂ. ശരാക്ഷി മണിയേട്ടാ, തകവഴി ഇനി വടക്കേക്കര വീട്ടിൽ നിന്നാരും തെക്കേക്കരയിൽ കാലുച്ചില്ല. എന്താ എന്താ പറയുന്നേ? എന്റെ പെങ്ങൾ ചത്തു. അയ്യോ എന്റെ ദൈവമേ, എപ്പോ? ഇപ്പോ അവളെ ഇരിക്കപ്പിട്ടം വെച്ചേ എനിക്ക് മനസ്സമാധാനമാകൂ. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? നാട്ടുകാർ ഫലം പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ചിരുന്നില്ല. മഷിനോട്ടത്തിന്റെ ബാലപാഠം അവളെ പഠിപ്പിച്ച ഈ ഞാനാ. എന്നിട്ടിപ്പോ അവള് പറയുന്നത് കേട്ടോ. എന്താ പറഞ്ഞത്? എനിക്കൊന്നും അറിയില്ലാന്ന്. സംശയം തീർന്നു അവളാണെന്ന്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അച്ഛൻ ആരെങ്കിലും പറയുന്നത് കേൾക്കുന്നവനല്ലേ ഈ കണാരൻ. അവളെന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ ഞാനൊരു നുണയനാണെന്ന്, വിവരമില്ലാത്തവനാണെന്ന്. ഇത്രയും കാലം ഒന്നായി കഴിഞ്ഞിട്ട് ഇനി ഇപ്പൊ ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഒരു തർക്കം വേണോ? അത് അവള് ചിന്തിച്ചില്ലല്ലോ. അവള് ചിന്തിച്ചില്ലേലും നിങ്ങൾ ചിന്തിക്കണ്ടേ? നിങ്ങളല്ലേ മൂത്തത്. മൂത്തതെന്ന് കരുതി എന്ത് സഹിക്കണം? കുറച്ചൊക്കെ സഹിക്കണം. മക്കള് തമ്മിലുള്ള കല്യാണം വരെ ഉറപ്പിച്ചിരിക്കില്ലേ? അത് നടക്കില്ല. അത് നടക്കില്ലെന്ന് മാത്രമല്ല, ഇനി നിങ്ങൾ തമ്മിൽ കാണാൻ കൂടി പാടില്ല. അല്ല, പെട്ടെന്നുള്ള ദേഷ്യത്തിന് അച്ഛനൊന്നും പറഞ്ഞ വാക്ക് മാറ്റുന്നവനല്ല ഈ കണാരൻ. ആലോചിച്ച് തന്നെയാണ് തീരുമാനിച്ചത്. എന്റെ സർവസ്വമായി മഷിയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. നിങ്ങൾ കൂടി എന്നെ ധിക്കരിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്നെ ധിക്കരിച്ചാൽ ജീവിച്ചിരിക്കില്ല ഒരുത്തനും. പറഞ്ഞത് മനസ്സിലായോ? എനിക്കത് എപ്പോഴേ മനസ്സിലായി. മക്കളോടാ ചോദിച്ചത്. അച്യുതന് ഇനി തങ്കമണി കാണരുത്. ഇല്ല, ഇവൻ എന്റെ മോൻ തന്നെ. അംബിക മണികണ്ഠനെ ഞാൻ കാണും. കുട്ടിക്കാലം മുതൽക്ക് മണികണ്ഠന്റെ പെണ്ണയല്ലേ എന്നെ വളർത്തിയത്. എന്നിട്ടിപ്പോ അംബികയെ ചൂടാകണ്ട, ഇവളെ പ്രസവിച്ചത് നാരായണി തന്നെ, സംശയമില്ല. ലംബോദര, എന്തോ എന്നെ ധിക്കരിച്ച് ജീവിക്കാന്ന് ആരും വ്യാമോഹിക്കണ്ട. വെട്ടി നുറുക്കും ഞാൻ. ഓർമ്മയിരിക്കട്ടെ. എന്തൊരു കഷ്ടം. ആരോടും മിണ്ടാൻ പാടില്ല, ആരും കാണാൻ പാടില്ല. അച്ചു, എടാ നിക്കാൻ. അച്ഛനും അമ്മായും കൂടെയുള്ള പിണക്കത്തിന് ഞാൻ എന്ത് പിഴച്ചു? എനിക്ക് പേടിയാ, അമ്മ അറിഞ്ഞാല്. ആണാണോടാ നീ അമ്മയെ പേടിച്ച് നടക്കാൻ? ആവശ്യത്തിന് വേണം. ഇതൊരു കാര്യമില്ലാതെ പണങ്ങിയതിന്. വേണ്ട മണിയണ്ട, ആരെങ്കിലും കണ്ട് അമ്മയോട് എങ്ങാനും പറഞ്ഞ നിന്നെ കൊല്ലും. ഇതിലും നല്ലതാ. തങ്കമണിയുടെ അംബികയുടെ അവസ്ഥ നീ എന്താ ഓർക്കാത്തെ? മണികണ്ട, ഞാൻ ധൈര്യമായിട്ടിരിക്കുക. നമ്മളെങ്കിലും ഒന്നായിട്ട് നിൽക്കുക. എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. കരണക്കുറ്റിക്ക് രണ്ട് കൊടുക്ക വേണ്ടത്. ഹേട്ടനാച്ച് തോന്നിയാസം പറയാ. അവൻ അതും പറയും, അതിലപ്പുറം പറയും. ഹേട്ടനെ കൂട്ടുകാന്ന് കരുതരുത്. ചേച്ചിക്ക് ലംബോദരൻ ചേട്ടനല്ലാതെ വേറൊരുത്തനുമായിട്ട് സംബന്ധം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ അതവന്റെ തള്ളയ്ക്കായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി മൊത്തം എത്ര തള്ള ഉണ്ട്? ലംബോദര, ഞാനൊന്നും പറഞ്ഞില്ലേ. അതുകൊണ്ടാ ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെ സൂക്ഷിക്കണോ. കണാരന്റെ തന്നെ സ്വഭാവ മക്കൾക്ക്. അവര് നമ്മളെ മക്കളെ ചീത്തയാക്കാണ്ട് നമ്മൾ നോക്കണേ. നാരായണി ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. വൈദ്യരെ, ഓ, അച്യുതനും അമ്പിയയ്ക്കും പറ്റിയ കുടുംബക്കാരെ അന്വേഷിക്കണം. അത് ഞാൻ ഏറ്റു. കൂട്ടത്തിൽ ഇവളെ കൂടി ആരെങ്കിലും കെട്ടിയെടുത്തിരുന്നെങ്കിൽ ഞാനൊന്ന് രക്ഷപ്പെട്ടേനെ. തീരുമാനം ഒരിക്കലും മാറ്റരുത്. നാരായണിത്തള്ളയുടെ മക്കൾക്ക് എന്തുറപ്പിന്റെ പേരിലാ നമ്മുടെ മക്കളെ സംബന്ധം ചെയ്തു കൊടുക്കുക? ദുഷ്ടയാ, പരമദുഷ്ട. എനിക്കൊരു ദുഃഖമേ ഉള്ളൂ വൈദ്യരെ, അവൾ എന്റെ പെങ്ങളായി പിറന്നുപോയല്ലോ എന്ന്. അവര് പറയുന്നതും ഇത് തന്നെയാ. കോന്തൻ കൂടെ പിറന്നത് മുജ്ജന്മ ശാപമാണ് പോലും. പിറന്നു അത് മാറ്റാൻ നോക്കില്ലല്ലോ. ഇനി അങ്ങോട്ടൊരു ലോഹ്യം വേണ്ട. അത് ഈ ജന്മത്തുണ്ടാവില്ല. മക്കള് തമ്മിൽ ആരും അറിയാതെ പഴയ ബന്ധം തുടരുന്നുണ്ട്. ഇപ്പൊ കിട്ടിയ വാർത്തയാ. എന്റെ കണ്ണുമ്പിലകൻ പെട്ടാൽ വെട്ടി ദുരുക്കിക്കാൻ. അമ്മാവനും അമ്മയും തമ്മിലുള്ള പിണക്കം കൂടി വരുന്നതേ ഉള്ളൂ. എന്താ ചെയ്യാ മണിയേട്ടാ? ഇതിനൊക്കെ കാരണം ആ ഏഷ്ണി വൈദ്യനാ. അയാൾക്കിട്ട് 4 എണ്ണം കൊടുക്ക വേണ്ടത്. അയാൾക്കിട്ട് 2 എണ്ണം കൊടുക്കണമെന്നുണ്ടായിരുന്നു.
അച്ഛനും അമ്മായിക്കൊക്കെ അയാളെ വിശ്വാസം. അയാൾ പറയുന്നത് കേൾക്കൂ. മണിയേട്ടനെ കാണാൻ വന്ന കുന്നുകളെന്ന് അമ്മ പറയുന്നത്. ഇപ്പൊ തന്നെ അമ്മയുടെ കണ്ണു വെട്ടിച്ച് അമ്പലത്തിൽ പോവാന്നും പറഞ്ഞ വന്നത്. അച്ഛന്റെ ദുർവാശി അംബികയ്ക്ക് അറിയാലോ. പറഞ്ഞ പോലെ ചെയ്യും. ഒരു പിടിയും കിട്ടുന്നില്ല. മണിയല്ല അച്ഛാ വിട്ടരുത്. വടക്കേക്കരയിൽ ആന്തരിയെ കാണരുതെന്ന് പറഞ്ഞാൽ ധിക്കാരം കാട്ടാൻ മാത്രം തെക്കേക്കരക്കാർ വളർന്നോ? ഞാനല്ലേ തെറ്റിയത്, എന്നല്ലേ തല്ലേണ്ടത്? നിന്നെ തല്ല നീ പഠിക്കില്ല, കള്ളരാ നീ. ഇനി ഇത് ആവർത്തിച്ചാൽ കൊല്ലിച്ചാൽ ഇവിടെ എന്നാ നിനക്കറിയാമല്ലോ. വടക്കേക്കര കനാരനെ നിന്നെ മരുവളായി വേണ്ട. ഓടി അമ്പലക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ശുദ്ധി വരുത്തി തറവാട്ടിലേക്ക് വന്നാൽ നിനക്ക് നിന്റെ അച്ഛനെ കാണാം. ഇല്ലേ നിന്റെ അച്ഛന്റെ ശവവും. എന്റെ പൊന്നു നാരായണി, ഞാൻ പറഞ്ഞു ഒന്ന് കേൾക്ക്. എന്റെ ഈശ്വര, ഇനി എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നത്? അല്ല പോയോ? എടി എടി എന്റെ മോളെ തല്ലാ മാത്രം നിന്റെ തന്തക്കാണാരം വളർന്നെങ്കിൽ നിന്നെ എനിക്ക് കൊല്ലാടി. അയ്യോ അടിപൊട്ടി. ഈ പോടി അവിടുന്ന്. എന്റെ മോളെ തയ്യേ എന്റെ മോളിൽ അടിച്ചതും മതി. ഇവരാരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റണം. ഓടി വരണേ ഓടി വരണേ ഓടി വരണേ ഓടി വരണേ. ഇവരാരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റേ. ഒന്ന് പെട്ടെന്ന് പിടിച്ചു മാറ്റേ. എന്നെ വിട. കനാരം കാണുവാനേ നാരായണി തള്ള നിങ്ങളെ മോളെ പുഴയിലിട്ട് തല്ലി. എന്റെ മോള് വിശാലാക്ഷി കരയരുത്. കരയേണ്ടത് അവളാ, നാരായണി. അവളെ കരയിപ്പിക്കും. കാരണവരൊറ്റയ്ക്ക് പോകരുത്. നാരായണി തള്ളയുടെ കൂടെ കുറെ ആളുകളുണ്ട്. കുറച്ചാളുകളെ നിങ്ങളും വിളിച്ചോളി. നോക്കി നിൽക്കാതെ പോയി തല്ലണ. ഞാനും പോണം പുല്ലേ.